പ്രിയമുള്ളവരെ, ബെന്നികക്കാടാണ് ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമോന്നത പിതാവായിരുന്ന പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ചാണ്. ജനനനാമം ഹോർഹെ മരിയോ ബെർഗോളിയോ. അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ 1936 ഡിസംബർ 17 അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിയ ജോസ് ബെർഗോളിയോ ഇറ്റലിയിൽ നിന്നും കുടിയേറിയ ഒരു റെയിൽവേ ജീവനക്കാരനായിരുന്നു. അമ്മ റെജീന സിവേറിയോ. 1958 മാർച്ച് 11 വിയ ദേവദോയിലെ ഈശോ സഭാ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിക്കുകയും 1969 ഡിസംബർ 13 വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു. 1992 ബ്യൂണസ് അയേഴ്സിന്റെ സഹായ മെത്രാനാവുകയും താമസിയാതെ അവിടുത്തെ മെത്രാനാവുകയും ചെയ്തു. 2001 ഫെബ്രുവരിയിൽ ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ഒരു ചെറിയ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ലളിത ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന പൊതുഗതാഗത സംവിധാനങ്ങളിൽ മാത്രമായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് കർദിനാൾ ബെർഗോളിയോയെ ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയും 2013 മാർച്ച് 19 അദ്ദേഹം സ്ഥാനമേൽക്കുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഫ്രാൻസിസ് പാപ്പ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദൈവശാസ്ത്ര മേഖലയിൽ ഒരു യാഥാസ്ഥിതികനായിരുന്ന അദ്ദേഹം സാധാരണക്കാരനായ യാഥാസ്ഥിതികൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ വ്യത്യസ്തനായ ഫ്രാൻസിസ് പാപ്പ മാതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു. 2025 ഏപ്രിൽ 21 തിങ്കളാഴ്ച 88 വയസ്സിൽ അദ്ദേഹം വത്തിക്കാനിലെ വസതിയിൽ വെച്ച് കാലം ചെയ്തു.